ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. സോ അരങ്ങൊരുങ്ങി കാത്തിരിക്കുകയാണ് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയം. വിവേകാനന്ദ യുവഭാരതി ക്രീഡാങ്കൺ കൊൽക്കത്ത സോൾട്ട് ലേക്കിൽ ഇന്ന് ആവേശം വാരി വിതറുന്ന ക്ലാസിക് പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ടേക്കിംഗ് ദ മൈറ്റി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. സോ അതിൻ്റെ കുറേ മാച്ച് അപ്ഡേറ്റ്സും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ പ്രോബബിൾ 11 ഇന്ന് ആരൊക്കെ കളിക്കും, ആരൊക്കെ കളിക്കാൻ സാധ്യതയില്ല എന്നിങ്ങനെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെല്ലാം കോർത്തിണക്കിയ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സോ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവേശം വാരി വിതർന്ന പോരാട്ടത്തിലാണ് ഇന്ന് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സാക്ഷിയാവാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ദിവസങ്ങൾക്കപ്പുറം നമുക്കറിയാം, ക്രിസ്മസിൻ്റെ തലേ ദിവസം ഡിസംബർ 24 കൊച്ചിയിലെ സ്വന്തം തട്ടകത്തിൽ കരുത്തരുടെ പോരാട്ടത്തിൽ മുംബൈ സിറ്റി FC-യെ തകർത്തുവിട്ടതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻ ബഗാനെ നേരിടാനൊരുങ്ങുന്നത്. സോ മുംബൈ സിറ്റി FC-ക്കെതിരെ ഒരു വിജയം ക്രിസ്മസും നേരെ ആഘോഷിക്കാൻ പറ്റാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാനെ തകർത്തുവിട്ടുകൊണ്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം കൂടി കോർത്തിണക്കിയ ഒരു വമ്പൻ ആഘോഷത്തിലാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. സോ കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൽ ഒരു മിന്നും വിജയത്തിന് വേണ്ടി. സോ ഇന്നത്തെ മത്സരം കുറേ സ്റ്റാറ്റുകളും ലേറ്റസ്റ്റ് ഫാക്ട്സും ഒക്കെ നോക്കാം. നമുക്കറിയാം, നിലവിൽ പോയിന്റ്സ് ടേബിളിൽ 2ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 23 പോയിന്റ് ആണെങ്കിലും FC ഗോവയ്ക്കാണ് ഗോൾ നേട്ടത്തിൽ മുൻപിലുള്ള FC ഗോവയാണ് നിലവിൽ പോയിന്റ്സ് ടേബിൾ 1ാം സ്ഥാനത്ത്. എന്നാൽ മോഹൻ ബഗാൻ ഒട്ടും പുറകിലല്ല. വെറും 9 മത്സരങ്ങൾ മാത്രമാണ് ഈ ഒരു സീസണിൽ ബഗാൻ ഇതുവരെ കളിച്ചിട്ടുള്ളത്. 9 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റുമായി നിലവിൽ പോയിന്റ്സ് ടേബിളിൽ മുംബൈ സിറ്റിക്കും താഴെ 4ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. സോ ഇവാൻ വുക്കോമനോവിച്ച് വേഴ്സസ് യുവാൻ ഫെറാൻഡോ. സെർബിയൻ പടനായകനായ ഇവാൻ വുക്കോമനോവിച്ച് നേടാൻ ഒരുങ്ങുകയാണ് യുവാൻ ഫെറാൻഡോ എന്ന സ്പാനിഷ് തന്ത്രജ്ഞൻ്റെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ. സോ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ മത്സരമാണ്. 12ാം റൗണ്ട് പോരാട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരം എങ്കിൽ മോഹൻ ബഗാൻ്റെ 10ാം റൗണ്ട് പോരാട്ടമാണ്. സോ നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി FC എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്തുവിട്ടത്. ക്വാമി പെപ്രയും ദിമിത്രോസ് ഡയമൻഡക്കോസുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തത്. അതിന് മുൻപ് നടന്ന മത്സരം റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് FC-യും തകർത്തു വിട്ടുകൊണ്ട് തുടർച്ചയായ 2 വിജയങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നേടിയിട്ടുള്ളത്. സോ ഇന്നത്തെ മത്സരത്തിൽ ബഗാനെ കൂടി തകർത്ത് വിട്ടുകൊണ്ട് തങ്ങളുടെ സീസണിലെ തുടർച്ചയായ 3ാം വിജയം, ഹാട്രിക് വിജയത്തിനാണ് ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ സംഘം ഇന്ന് കൊൽക്കത്തയിൽ എത്തിയിട്ടുള്ളത്. നമുക്കൊരു സ്റ്റാർട്ട് നോക്കാം. നിലവിൽ 11 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 23 പോയിന്റാണ്. അതോടൊപ്പം തന്നെ മോഹൻ ബഗാൻ 9 മത്സരങ്ങൾ 19 പോയിന്റാണ്. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി FC എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്ത് വിട്ടുകൊണ്ട് ഒരു വിജയവുമായിട്ടാണ് കേരള കൊൽക്കത്തയിലേക്ക് വണ്ടി കയറിയിട്ടുള്ളതെങ്കിൽ ഹോം ടീം മോഹൻ ബഗാനെ സംബന്ധിച്ച് അത്ര നല്ല റിസൾട്ടല്ല. കഴിഞ്ഞ മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ ഇതേ സ്റ്റേഡിയത്തിൽ നടന്ന കരുത്തരുടെ പോരാട്ടത്തിൽ FC ഗോവ പോയിന്റ്സ് ടേബിൾ 1ാം സ്ഥാനത്തുള്ള FC ഗോവയോട് 1-4 ഗോളുകൾക്ക് ഒരു വമ്പൻ തോൽവിയായിരുന്നു ബഗാൻ വഴങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നോടി നടന്ന മത്സരത്തിൽ നമുക്കറിയാം, മുംബൈ സിറ്റി FC-ക്കെതിരെ മത്സരത്തിൽ ശരിക്കും ISL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാർഡുകൾ പിറന്ന 7 റെഡ് കാർഡുകൾ പിറന്ന മെഗാ മത്സരത്തിൽ കരുത്തരായ മുംബൈ സിറ്റി FC-യോട് 1-2 ഗോളുകൾക്ക് എവേ മത്സരത്തിലും മോഹൻ ബഗാൻ തോറ്റിരുന്നു. സോ തുടർച്ചയായ 2 പരാജയങ്ങൾക്ക് ശേഷമാണ് ബഗാൻ കൊൽക്കത്തയിലേക്ക് സ്വന്തം തട്ടകത്തിൽ വീണ്ടും ഒരു മത്സരം ഇറങ്ങുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ 2 വിജയങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഇറങ്ങുന്നത്. സോ 2 വിജയങ്ങൾ നേടിയ കേരള ബ്ലാസ്റ്റേഴ്സും 2 തോൽവികൾ നേരിട്ട മോഹൻ ബഗാനും മത്സരത്തിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ഏറെ നിർണായകം ബഗാൻ്റെ കോച്ച് യുവാൻ ഫെറാൻഡോയ്ക്ക് തന്നെ നമുക്കറിയാം. യുവാൻ ഫെറാൻഡോയെ സംബന്ധിച്ച് കഴിഞ്ഞ തുടർച്ചയായ 2 മത്സരം ടീം പരാജയപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ AFC കപ്പിൽ ഒഡീഷ FC-യോടും ബഗാൻ തകർന്നടിഞ്ഞിരുന്നു. സോ അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കസേര ന്യൂ ഇയറിൽ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അടുത്ത 2024 മോഹൻ ബഗാൻ്റെ തന്ത്രങ്ങൾ മെനയാൻ യുവാൻ ഫെറാൻഡോയെ സംബന്ധിച്ച് നിർണായക മത്സരം തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ച റിസൾട്ട് തന്നെയായിരിക്കും. സോ അതിനാൽ തന്നെ യുവാൻ ഫെറാൻഡോ പദ്ധതിയിടുന്നത്. അതിനാൽ തന്നെ വാശിയും വീറും നിറഞ്ഞ പോരാട്ടം തന്നെയായിരിക്കും കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ പോകുന്നത്. 100% ഉറപ്പ് തന്നെയാണ്. നമുക്കറിയാം, മോഹൻ ബഗാനും അതോടൊപ്പം തന്നെ ATK ആയിരുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന പേരിലേക്ക് മാറിയ ശേഷം ഇരു ടീമുകളും തമ്മിൽ 6 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് 6 മത്സരങ്ങളിൽ അൺബീറ്റൺ ആണ് മോഹൻ ബഗാൻ. 5 വിജയവും അതോടൊപ്പം തന്നെ 1 സമനിലയുമാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ. അവസാന 6 മത്സരങ്ങളിൽ മോഹൻ ബഗാൻ ആയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് 1 മത്സരത്തിൽ പോലും ബഗാനെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒരു കീ ഫാക്റ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ ഡബിളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഡബിൾ പൂർത്തീകരിച്ച ടീമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. സോ അതിനാൽ തന്നെ വാശിയും വീറും നിറഞ്ഞ പോരാട്ടത്തിലാണ് ഇന്ന് കേരളത്തിൻ്റെ കൊമ്പന്മാർ സാക്ഷിയാവാൻ പോകുന്നത്.
അതോടൊപ്പം തന്നെ അവസാന 5 മത്സരങ്ങൾക്ക് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന 5 മത്സരങ്ങൾക്ക് വരികയാണെങ്കിൽ 3 വിജയം 1 സമനില 1 തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാന 5 മത്സരങ്ങളിൽ നേടാൻ സാധിച്ചത്. എങ്കിൽ മോഹൻ ബഗാനെ സംബന്ധിച്ച് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. അവസാന 5 മത്സരങ്ങളിൽ 1 വിജയം മാത്രമാണ് ബഗാന് നേടാൻ സാധിച്ചത്. എങ്കിൽ 3 തോൽവിയും 1 സമനിലയുമാണ് മോഹൻ ബഗാന്. സോ അവസാന 5 മത്സരങ്ങളിൽ 3 തോൽവികൾ നേരിട്ട് കൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വരുന്നതെങ്കിൽ, അതായത് തുടർച്ചയായ 2 തോൽവികൾക്ക് ശേഷമാണ് ബഗാൻ ഇന്ന് സ്വന്തം തട്ടകത്തിൽ കേരളത്തെ നേടാനൊരുങ്ങുന്നത്. ഇനി കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് വേണമെങ്കിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്സിക്കെതിരെ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായ വിപിൻ മോഹനൻ ഇന്ന് കളിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര സാരമുള്ളതല്ല എന്നതാണ് ക്യാമ്പിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. സോ അതിനാൽ തന്നെ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് നഷ്ടമാകുന്നതായിരിക്കും. ഇനി ഇരു ടീമുകളും തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സീസൺ 18 ഫെബ്രുവരി 2023 ഫെബ്രുവരി 18 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിലുള്ള പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കായിരുന്നു മോഹൻ ബഗാൻ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 2022 ഒക്ടോബർ 16 നടന്ന മത്സരത്തിൽ 2-5 ഗോളുകൾക്കായിരുന്നു മോഹൻ ബഗാൻ ജയിച്ചത്. അതോടൊപ്പം തന്നെ 2022 ഫെബ്രുവരി 19 2-2 സമനിലയും 2021 നവംബർ 19 നടന്ന പോരാട്ടത്തിൽ 2-4 ഗോളുകൾക്കായിരുന്നു മോഹൻ ബഗാൻ ജയിച്ചത്, കേരള ബ്ലാസ്റ്റേഴ്സിനെ തകർത്തുവിട്ടത്. സോ കടങ്ങളെല്ലാം വീട്ടാൻ ഒരുപാടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇനി ഇന്നത്തെ ഒരു പ്രോബബിൾ 11ലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ വലയ്ക്കുന്നത് പരിക്കുകളാണെങ്കിൽ മോഹൻ ബഗാനെ വലയ്ക്കുന്നത് സസ്പെൻഷനും പരിക്കുകളും എല്ലാം കൂടി ചേർന്ന ശരിക്കും ഒരു കഷ്ടകാലം തന്നെയാണ് യുവാൻ ഫെറാണ്ടോയുടെ ടീമിന്. നമുക്കറിയാം ഇത്തവണ ISL തുടങ്ങിയപ്പോൾ തന്നെ വമ്പൻ ടീം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. കരുത്തരായ ഒരുപാട് താരങ്ങൾ ബഗാൻ്റെ കൂടാരത്തിലുണ്ടായിരുന്നു. എന്നാൽ സീസൺ പാതിയിലേക്ക് അടുക്കുമ്പോൾ പല താരങ്ങളും ക്ലബ്ബ് വിട്ട് പോയിരിക്കുകയാണ്. പരിക്കും സസ്പെൻഷനും മൂലം പല താരങ്ങൾക്കും ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാന് വേണ്ടി ഇന്നത്തെ മത്സരത്തിലും കളിക്കാൻ സാധിക്കില്ല. ഇനി ആ ഒരു പ്രോബബിൾ 11ലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോബബിൾ 11ലേക്ക് വരികയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ. ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ 2 ഫോറിൻ സെൻറ്റർ ബാക്സിൽ നിന്ന് ഒരുപോലെ കളിക്കളത്തിൽ ഇറങ്ങും. മിലോസ് ഡിർസിച്ചും മാർക്കോ ലെസ്കോവിച്ചും ഇന്ന് ഒരുമിച്ച് കളിക്കളത്തിൽ ഇറങ്ങുന്ന കഴിഞ്ഞ മത്സരത്തിലും ഇരു താരങ്ങളും ഒരുമിച്ച് ഗ്രൗണ്ടിലുണ്ടായിരുന്നു. സോ ഡിഫൻസ് സ്ട്രെങ്ത് കൂട്ടാൻ ലെസ്കോയും മിലോസിനുമൊപ്പം ഇന്ത്യൻ ഇൻ്റർനാഷണൽ പ്രീതം കോട്ടാലും യുവതാരം നവോച്ച സിംഗും അടങ്ങുന്ന ഡിഫൻസ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം KP രാഹുൽ, മുഹമ്മദ് ഐമൻ, ഡാനിഷ് ഫറൂഖൻ എന്നിവർക്കൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായ വിപിൻ മോഹനന് പകരം മുഹമ്മദ് അസ്ഹർ ആയിരിക്കും ഒരുപക്ഷെ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. സോ ഇരട്ട സഹോദരങ്ങൾ ഇരട്ട സഹോദരങ്ങൾ 11ലേക്ക് മടങ്ങിയെത്തുന്നു. ഇനി ഗോളുകൾ അടിച്ചുകൂട്ടാൻ വേണ്ടി നമ്മുടെ ഖാന സ്ട്രൈക്കർ ക്വാമി പെപ്രക്കൊപ്പം ഇന്നും ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡക്കോസ് തന്നെയായിരിക്കും. സോ മികച്ച ഒരു സ്കോഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത്. സച്ചിൻ സുരേഷ്, മാർക്കോ ലെസ്കോവിച്ച്, മിലോസ് പ്രീതം, നവോച്ച അടങ്ങുന്ന ഡിഫൻസ്, KP രാഹുൽ, ഐമൻ, ഡാനിഷ്, അസർ അടങ്ങുന്ന മിഡ്ഫീൽഡും, ക്വാമി പെപ്ര, ദിമിത്രോസ് ഡയമൻഡക്കോസ് എന്ന് പറയുന്നത് ഗോൾ ഫോർവേഡ്സും. ഇനി മോഹൻ ബഗാൻ്റെ ടീമിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ശരിക്കും ഞെട്ടിപ്പിക്കുന്ന തുടക്കം തന്നെയാണ് മോഹൻ ബഗാന്. വമ്പൻ താരങ്ങളുണ്ടായിട്ടും സീസണിൻ്റെ പാതിയിലേക്ക് അടുക്കുമ്പോൾ പല താരങ്ങളും ഇന്ന് യുവാൻ ഫെറാണ്ടോയ്ക്ക് കീഴിൽ കളിക്കാനില്ല. നമുക്കറിയാം മലയാളി താരം ആഷിഖ് കുറോണിയനും FC ഗോവയിൽ നിന്നും ഇത്തവണ ടീമിലേക്ക് എത്തിയ അൻവർ അലിയും സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്കേറ്റ് സീസൺ ഔട്ടായി പുറത്തായിരുന്നു. അതോടൊപ്പം തന്നെ സഹൽ അബ്ദുൾ സമദ് ഇന്നത്തെ മത്സരത്തിൽ ബഗാന് വേണ്ടി കളിക്കാൻ സാധിച്ചേക്കില്ല, താരോ പരിക്കിൻ്റെ പിടിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ലിസ്റ്റൺ കൊളാസോ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്സിക്കെതിരെ മത്സരത്തിൽ റെഡ് കാർഡ് സസ്പെൻഷൻ മൂലം 3 മത്സരങ്ങൾ വിലക്കാണ് ഇപ്പോൾ കൊളാസോയ്ക്ക് നൽകിയിട്ടുള്ളത്. സോ അതിനാൽ തന്നെ ലിസ്റ്റൺ കൊളാസോ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻ ബഗാൻ ജേഴ്സിയിൽ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ നിർണായകമായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഡിഫൻഡറായ ഹെക്ടർ യൂസ്റ്റ് കഴിഞ്ഞ മുംബൈ സിറ്റി എഫ്സിക്കെതിരെ മത്സരത്തിൽ സസ്പെൻഷൻ നേടിപ്പോയ താരം കഴിഞ്ഞ മത്സരത്തിൽ FC ഗോവയ്ക്കെതിരെ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. സോ അദ്ദേഹം ഒരു മാച്ചിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞ് ഇന്ന് 11ലേക്ക് മടങ്ങിയെത്തും. അതാണ് മോഹൻ ബഗാൻ നിരയിൽ ഏറ്റവും പ്രധാനമായ മാറ്റമായി പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ബഗാൻ്റെ അറ്റാക്കിംഗ് നിരയും വളരെ മാരകം തന്നെയാണ്. ഹ്യൂഗോ ബോമസും ദിമിത്രോസ് പെട്രഡോസും ജെസൺ കമ്മിങ്സും ഒക്കെ അടങ്ങുന്ന അറ്റാക്കിംഗ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അർമാൻഡോ സാദിക്കു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അപ്ഡേറ്റ് ലഭ്യമല്ല. നമുക്കറിയാം ബഗാൻ അദ്ദേഹത്തെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തിന് പകരം ഒരു ബ്രസീലിയൻ സ്ട്രൈക്കറുമായി നിലവിൽ ബഗാൻ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. സോ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അർമാൻഡോ സാദിക്കു ഒരു പക്ഷേ മോഹൻ ബഗാൻ വിട്ട് പോകുന്നതായിരിക്കും. സോ എന്നിരുന്നാലും കാത്തിരിക്കാം ഒരു ത്രില്ലർ പോരാട്ടത്തിന് വേണ്ടി കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കേരളത്തിൻ്റെ കൊമ്പന്മാർ നേരിടാൻ ഒരുങ്ങുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ. ദ മറൈനേഴ്സ് ടേക്കിംഗ് ദ കേരള ബ്ലാസ്റ്റേഴ്സ് FC. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് MX സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.